ഹലോ ഫാമിലി, ഇതെൻ്റെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് വശമാണ്. ഇവിടെ ഇപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, കണ്ടോ? അവിടെയൊക്കെ പച്ച മാറി മഞ്ഞയായി തുടങ്ങി. ഇനി ഇതൊരു 3 മാസം കൊണ്ട് ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ഇലകളും കൊഴിഞ്ഞ് ഇത് മൊത്തം തടി മാത്രമാവും ഇവിടെ മൊത്തം. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ സമയം കാണിച്ചു തരാം. ഒരു 3 മാസക്കാലം ഇനി ഇവിടെ ശിശിരകാലമാണ്, ഇല കൊഴിയുന്ന സമയമാണ്. ഇനി ഇതെല്ലാം കൊഴിഞ്ഞ് ഒരുമാതിരി നമ്മുടെ വല്ല പ്രേതാലയം ഫീലാണ്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് ആ സൈഡിൽ കൂടെയാണ് വഴി. അവിടെ കൂടെയൊക്കെ വരുമ്പോൾ ഇനി മൊത്തം പ്രേതാലയം പോലെ ഇരിക്കും. ഒഫീഷ്യലി നമ്മുടെ സമ്മർ കഴിഞ്ഞ മാസം തീർന്നു. ഇപ്പോൾ ഒഫീഷ്യലി ഓട്ടം സീസൺ തുടങ്ങി. ഇപ്പോൾ പകുതിയായി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറാണ് ഇവിടെ ഓട്ടം സീസൺ. ഇതിൻ്റെ ഇടയിലാണ് ഹാലോവീൻ ഡേയ്സും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. സോ ഇനി നമുക്ക് ഹാലോവീൻ ഡേ ഉണ്ട്, ഓൾ സെയിൻസ് ഡേ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിയണം. പിന്നെ ഇനി നമുക്ക് അടുത്ത സെമ്മ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം എൻ്റെ 2 കൂട്ടുകാർ NRV സൈഡിൽ നിന്ന് വരുന്നുണ്ട്. NRV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിൽ കേരള, തമിഴ്നാട്, ആന്ധ്ര എന്നൊക്കെ പറയും പോലെ ഇവിടുത്തെ നമ്മുടെ സ്റ്റേറ്റ്സാണ്. നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ, ബ്രാൻഡൻബർഗ്, സാക്സണി ആൻഹാൾട്ട്, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംസ്ഥാനങ്ങളുടെ പേര് വന്നത്. അതിൽ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ എന്ന് കേരളത്തിലുള്ള എൻ്റെ 2 കൂട്ടുകാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം. സോ അത് വാങ്ങിക്കാൻ നമുക്ക് പോവാം. അവരെ കാണിച്ചു തരാം, ഫുഡ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം, കാര്യങ്ങളിങ്ങനെ പോകുന്നത് കാണിച്ചു തരാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലോബിയാറ്റ്സ്. ഞാനിപ്പോൾ ഹോസ്റ്റലിൻ്റെ വെളിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 2 കൂട്ടുകാർ വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരത്തേക്ക് അവർക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഇവിടെ താമസിക്കുന്ന പിള്ളേരെയാണ്. ഇവരിവിടെ വച്ചിട്ട് പോകുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം, അല്ലെങ്കിൽ ഇതിവിടെ വച്ചിട്ട് പോവാം. ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ ജർമ്മനിയിലായാലും അതിന് മുന്നേ ഇതാണ് എൻ്റെ ഹോസ്റ്റലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ. നമ്മൾ ഇറങ്ങിപ്പോണ സ്ഥലമാണ് ഈ കാണിക്കുന്നത്. ഇവിടെ കൂടെ ഈ ഇടവഴി കൂടെ ഇറങ്ങി നമ്മൾ വെളിയിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ കോളേജ് സത്യം പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും പല സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സെക്ഷനുണ്ട്. പിന്നെ ഇവിടെ നിന്ന് 5 കിലോമീറ്റർ മാറിയ ഒരു സെക്ഷനുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ജംഗ്ഷനിലൊരു സെക്ഷനുണ്ട്. ഓരോ സെക്ഷനും ഓരോ സ്ഥലത്താണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ക്യാമ്പസിൻ്റെ അകത്ത് ഒരു സബ്ജക്റ്റ് അങ്ങനെയല്ല നമുക്ക് ജർമ്മനിയിലുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് നമ്മളിവിടുത്തെ ഈ മാർട്ടിൻ ലൂതർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇത് കണ്ടോ, അത് ഇവിടുത്തെ ഫിലോസഫി സെക്ഷനാണ് ഫാമിലി. ഈ ഫിലോസഫി സെക്ഷനിൽ പിന്നെ ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങൾ, എക്കണോമിക്സ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു പഠിത്തം എല്ലാം നടക്കുന്നത് ഈ ക്യാമ്പസിലാണ്. ഈ ക്യാമ്പസ് ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതുവഴി നടന്നു പോവാം. എൻ്റെ കോളേജ് വരുന്നത് ഇവിടെയല്ല, ഒരു 5 കിലോമീറ്റർ മാറി ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്താണ്. അവിടെ കുറച്ചും കൂടെ ഇതേപോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ കയറിയ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അവിടെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്കവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും അടുത്ത മാസം തൊട്ട് എൻ്റെ സെമ്മ് തുടങ്ങുവാണ്. അപ്പോൾ സെമ്മ് തുടങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ കോളേജും അത് മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വിചാരിച്ചത് ഇവിടുത്തെ അറബിക് ഷോപ്പ് അല്ലെങ്കിൽ തുർക്കികൾ ഇവിടെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ തുർക്കി കടയിലൊക്കെ നമുക്ക് ചിക്കന് കുറച്ച് വില കുറവിന് കിട്ടും. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ 2 കിലോ ചിക്കൻ ഇവിടെ എന്ന് പറയുന്നത്, നമ്മൾ 2 കിലോ ചിക്കൻ ഇപ്പോൾ ഒരു 150 രൂപ വെച്ച് നമ്മൾ 1 കിലോ ചിക്കൻ നമ്മളെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ അവിടെ 150 വെച്ചിട്ട് ഒരു 300 രൂപ വരും. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് 1 കിലോ ചിക്കൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 6 യൂറോ 7 യൂറോ എന്ന് വെച്ചാൽ
നമ്മുടെ നാട്ടിൽ 700 രൂപയാണ് ഗൈസ്. അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് തുർക്കി കടയിൽ പോയി കഴിഞ്ഞാൽ അതിനേക്കാളും വില കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഇവിടെയുള്ള മിക്ക മലയാളി സ്റ്റുഡൻസും അല്ലെങ്കിൽ മലയാളി ഫാമിലികൾ എല്ലാവരും തുർക്കിക്കട അല്ലെങ്കിൽ അറബിക്കടയിൽ പോയിട്ടാണ് നമ്മൾ ഇവിടെ ഇറച്ചി മേടിക്കുന്നത്, കുറച്ചും കൂടി ലാഭത്തിന് കിട്ടാൻ വേണ്ടി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ പോയി മേടിക്കാം. അവിടെ പോയി മേടിച്ചിട്ട് ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസൊക്കെ എടേക്ക എന്ന് പറയുന്ന ഒരു ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുണ്ട് നമ്മുടെ നാട്ടിലെ എന്താ പറയുക, റിലയൻസിൻ്റെ പോലത്തെ ഇവിടെ എടേക്ക. നമുക്ക് അവിടെ ചെന്നിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം, പിന്നെ ഫുഡ് ഉണ്ടാക്കി തുടങ്ങാം. അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. പിന്നെ ഇവിടെ വേറൊരു കാര്യമുള്ളത് ബ്രോസ്, നമുക്കിവിടെ ആൾക്കാരെ പിക്ചറൊന്നും അവരുടെ അനുവാദം ഇല്ലാതെ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവരിതിൻ്റെ പെട്ടുപോയ എന്തിനാ ഫോട്ടോ എടുക്കും പറഞ്ഞാൽ അവർക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാകാം. എനിക്ക് തോന്നുന്നു അതിനെ ഡാറ്റ് ആൻഡ് ഷൂട്ട്സ് എന്ന് ഇവിടെ പറയും. അത് ഒരു കണക്കിന് നോക്കുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. നമ്മളെ കാര്യങ്ങൾ പ്രൈവസി ആയിട്ടിരിക്കേണ്ടത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു പബ്ലിക്കായിട്ട് നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് പല സമയത്ത് ഞാനിപ്പോൾ ഇത്ര നേരം അവിടെയായിരുന്നു, എനിക്ക് അവിടുന്ന് ആൾക്കാരൊന്നും എനിക്ക് ഇങ്ങോട്ട് മാറേണ്ടി വന്നു. ഇനിയിപ്പോൾ അല്ലെങ്കിൽ അവരിനി ഇതിൻ്റെ അകത്ത് അവരെ വീഡിയോ എടുത്തോന്നും പറഞ്ഞ് ഇവിടെ അടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു പ്രശ്നം. പിന്നെ മാത്രമല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ടൈം ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ നിൽക്കുക. എനിക്ക് ഈ വ്ളോഗ് എന്ന് പറയുന്ന സാധനമേ നമുക്ക് തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് തൊലിക്കട്ടി ഒപ്പാരമായിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതങ്ങ് ആ ഒരു രീതിയിൽ നമ്മൾ അങ്ങ് പെർഫോം ചെയ്ത് അങ്ങ് ജീവിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരെയും പിന്നെ പഠിത്തത്തിൻ്റെ കാര്യവും ജീവിതത്തിൻ്റെ കാര്യവും എല്ലാം വന്നപ്പോൾ അതങ്ങ് മറന്നു. പക്ഷേ ഞാൻ സത്യം പറയാമല്ലോ ഫാമിലി, ഞാൻ ഈ 2 ദിവസം ഈ വ്ളോഗ് ഇട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം പഴയൊരു ഞാനുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് ഒരു മിങ്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നാണോ മാനോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആവശ്യത്തിന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മുഖം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു, ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. പക്ഷേ ഈ 2 ദിവസം ഞാൻ ഈ ചാനലിൽ 2 വ്ളോഗ് ഇട്ടതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. മാത്രമല്ല പക്ഷേ എനിക്ക് ആ ചമ്മൽ ഇതുവരെ വീണ്ടും മാറിയിട്ടില്ല കേട്ടോ. കാരണം ചില സമയത്ത് ആൾക്കാർ ഇതുവഴി വരുമ്പോൾ ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്ത് വയ്ക്കാറുണ്ട്. എനിക്ക് ഇനി പോകെ അതെനിക്ക് മാറ്റണം. എനിക്ക് ഞാനായിട്ട് മാറാനൊരു അവസരമാണിത്. അപ്പോൾ അതെനിക്ക് വിനിയോഗിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും സാധനങ്ങൾ മേടിക്കാൻ പോകാൻ കുറച്ച് സമയം കൂടെ ഉണ്ട്, കുറച്ച് നടക്കാനുണ്ട്, ട്രാം കയറി പോകണം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിച്ചു തരാം. നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാം. നമ്മുടെ നാട്ടിൽ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ ഉള്ള ആൽത്തറയില്ലേ, ആൽത്തറയിൽ ആൾക്കാർ വന്നിരുന്ന് കാര്യങ്ങളും കുശലങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുമല്ലോ, അതേപോലെ ഒരു ആൽത്തറയല്ല എങ്കിലും അതേപോലെ പറയാവുന്ന ഒരു സ്ഥലമാണിത്. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഇവിടെ വന്നിരിക്കുകയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും എല്ലാം ചെയ്യും. ഇത് നമുക്ക് ഇവിടുത്തെ ഒരു 4 കൂടി ജംഗ്ഷൻ. നമുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. പച്ചയായി ഗൈസ്, നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഒരുപാട് യൂട്യൂബ് വ്ളോഗേഴ്സ് എല്ലാം ഗായ്സ് എന്ന് വിളിച്ച്, ഗായ്സ് എന്ന് പറയുന്നത് ഒരു കോമൺ ഇതായിപ്പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? എന്ത് വിളിക്കണം ഗായ്സ് എന്നല്ലാതെ എന്ത് വിളിച്ചാൽ കുറച്ചും കൂടെ നല്ലൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പാണ് ഗൈസ്. പിന്നെ ഒരു മെയിനായിട്ടൊരു കടയുണ്ട് നമുക്കിവിടെ നമ്മൾ നിൽക്കുന്ന സിറ്റി, നമ്മുടെ ഹാലേസാല സിറ്റിയിൽ ഒരു മെയിനായിട്ടൊരു കടയുണ്ട്. ഇതേ ആ കാണുന്ന കട, ഈ കടയാണ് ഇവിടെയുള്ള ആകെയുള്ളൊരു ഇന്ത്യൻ സ്റ്റോർ എന്ന് പറയുന്നത്. ഇതല്ലാതെ ഈ ഹാലേസാല സിറ്റിയിൽ വേറെ ഒരു ഇന്ത്യൻ കടയില്ല. ഈ കടയിലാണ് നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഓടിച്ചെന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. ട്രാം വരുന്നു, നമുക്ക് ഈ ട്രാമിൽ കയറി പോയിട്ട് സാധനം മേടിക്കാൻ പോകാം.
ട്രാമിൽ നിന്ന് ഇറങ്ങി. ഇനി ഞാൻ പറഞ്ഞ എടേക്ക എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് വെജിറ്റബിൾസ് മേടിക്കണം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള. ഞാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മേടിക്കണം. ഇതാണ് എടേക്ക. ഇതിൻ്റെ അകത്തോട്ട് കയറി പോകണം. നമുക്ക് ബട്ടർ ഗമൂസ് എന്ന് പറയുന്നൊരു സാധനം തപ്പണം. അത് തപ്പി നമുക്ക് എടുക്കണം. അത് എടുത്താലേ ഫ്രൈഡ് റൈസിന് വേണ്ട സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എവിടെ തപ്പി എടുക്കുമെന്നൊരു പിടിയുമില്ല. ഫ്രീസർ ഇവിടെ ഉണ്ട്. മിക്കപ്പോഴും ഫ്രീസറിൻ്റെ അകത്തായിരിക്കും. നമുക്കത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇതൊക്കെ ഇവിടുത്തെ ഫ്രീസറിൻ്റെ അടുത്ത് വയ്ക്കുന്ന സാധനങ്ങളാണ്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ചോറുണ്ട്, കുക്ക് ചെയ്ത ചോറുണ്ട്, കുക്ക് ചെയ്ത ഇറച്ചിയുണ്ട്, കുക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ഫിഷ് ഫിംഗറുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ വരുമ്പോൾ നഗറ്റ്സ് ഉണ്ട്, ഇത് മസാല വെച്ചിരിക്കുന്ന ചിക്കനുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമുക്ക് കിട്ടുന്ന സാധനം ഇതൊക്കെ ഇവിടുത്തെ മീനുകളാണ്. ഇതൊക്കെ നമുക്കിവിടെ ഇത് ഫ്രീസറാണ്. ഫ്രീസറിൻ്റെ അകത്ത് അവർ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ബട്ടർ ഗമൂസ് മാത്രം കിട്ടുന്നില്ല. അതിനി എവിടെയാണെന്ന് നമുക്ക് തപ്പേണ്ടി വരും. നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. Kann ich wissen, wie die wo ist die Buttergemüse ist? Die Buttergemüse. Buttergemüse. Ja. Im Schrank, wo die Okay. Gummi davor steht, ja? Vielen Dank. സോ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് ഇവിടെ കമ്പനിയായ ഗുട്ടൻ ഗുൺസിക്കാണ് മേടിക്കും. കാരണം അതിനാണ് വില കുറവ്. നോക്കട്ടെ, ഒന്ന് തപ്പേണ്ടി വരും. ബട്ടർ ഗമൂസ് കാണാനില്ല. ഒരെണ്ണം ഉണ്ട്, പക്ഷേ അത് ഇവിടുത്തെ ബ്രാൻഡല്ല. ഇടയ്ക്കേറെ ബ്രാൻഡ് ഗുട്ടൻ ഗുൺസ്റ്റിക്കാണ്. അതല്ല. അവസാനം കിട്ടി ഗായ്സ്. അവസാനം നമുക്ക് സാധനം കിട്ടി. ഈ സാധനമാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന. ഫ്രൈഡ് റൈസ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോഴത്തെ സാധനമൊന്നും അല്ല കേട്ടോ. കുറച്ച് കിടിപിടി സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നില്ല. കുക്കറിലിട്ട് 2 വിസിലൊക്കെ അടുപ്പിച്ചതൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതേ പറ്റുള്ളൂ. ഞാൻ കുറച്ച് സാധനം കൂടി എടുത്തിട്ട് വരാമേ ഗൈസ്. എന്തായാലും അത് വാങ്ങിച്ച് ഇറങ്ങി നമുക്കിനി ചിക്കൻ മേടിക്കാൻ പോകാം. ചിക്കൻ മേടിക്കാൻ വേണ്ടി ഇനി ഇവിടെ നിന്ന് നമ്മൾ ഒരു 2-3 സ്റ്റോപ്പും കൂടെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തുർക്കിഷ് ഷോപ്പിലാണ് കുറച്ചും കൂടെ വില കുറവെന്ന്. ഇപ്പോൾ മാസാവസാനം ആയതുകൊണ്ട് നമ്മളെ കയ്യിൽ കുറച്ച് പൈസ കമ്മിയാണ്. നമ്മളെ കയ്യിൽ അത്രയ്ക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വലിയ സാധനങ്ങളൊന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വില കുറഞ്ഞൊക്കെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടി ഇനി ഇവിടെ നിന്ന് ട്രാം കയറി പോകണം. അപ്പോൾ ട്രാം കയറി പോകാൻ വേണ്ടി നമുക്ക് നിൽക്കാം. ഈ ട്രാമിലാണ് നമ്മളിപ്പോൾ വന്നത്. ഈ ട്രാം പോവുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് നടക്കണം. ഇവിടെയൊക്കെ കുറച്ച് തുർക്കി കടയും ഇന്ത്യൻ കടയൊക്കെ ഉണ്ട്. ഇവിടെ ഇന്ത്യൻ കടയില്ല, സോറി, ഞാൻ പറഞ്ഞ പോലെ അതൊരു ഒറ്റ ഇന്ത്യൻ കടയേ ഉള്ളൂ. തുർക്കി കട, പിന്നെ ഇവിടെ ഒരു ശ്രീലങ്കൻ കടയുണ്ട്. തൊട്ടപ്പുറത്തോണ്ട് പോകുമ്പോൾ ഒരു അറബിക്കടയുണ്ട്. ആ അറബിക്കടയിലാണ് നമുക്ക് പോയി സാധനം ചിക്കൻ മേടിക്കേണ്ടത്. യാനീസ് ഐസ് കഫേ ഓൺ സ്നാക്ക്. ഇവിടുത്തെ ഐസ്ക്രീം നല്ല രസം, നല്ല സാധനം. ഇവിടുത്തെ ഐസ്ക്രീം തിന്നാൻ വേണ്ടിയിട്ട്. ഐസ്ക്രീം പാർലറാണ്. അയൺ സ്റ്റോർ. ഇതും ഒറിജിനലി ശ്രീലങ്കൻ കടയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. അയൺ സ്റ്റോർ.
നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. ഇന്നലെ ഇതിപ്പോൾ 2 വ്ളോഗ് ആയതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഫസ്റ്റ് കറക്റ്റ് വ്ളോഗ് ഇട്ടത്. ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈ വ്ളോഗിൽ പോലും ഞാൻ ആരോടും ഇങ്ങനെ പറയാറില്ല. അപ്പോൾ ഞാൻ 2-3 കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ കുറച്ച് പോരായ്മകളൊക്കെ പറഞ്ഞു. അതിൽ ലൈറ്റൊന്നും ശരിയല്ല, പിന്നെ എൻ്റെ ഫുൾ ബോഡി കാണാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ഓരോരോ തെറ്റുകൾ വരുമ്പോൾ നമുക്ക് അത് തിരുത്തി പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൾക്കാരുടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ രീതിക്ക് നമ്മൾ പോവുക, ഇതേപോലെ എടുക്കുക. നമ്മളൊരിക്കലും മാറി നിൽക്കാതെ നമ്മൾ കാര്യങ്ങൾ നടത്തുക. അതല്ലേ നമുക്ക് വേണ്ടത്. അത് നമ്മൾ ചെയ്യുക. ഇപ്പം തൽക്കാലം നമുക്ക് അങ്ങനെ പോവാം. പിന്നെ എൻ്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട് വരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നമ്മൾ പറയണം. അതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടണമല്ലോ. നമ്മൾ പറഞ്ഞ് ഇഷ്ടപ്പെടണമെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് ഇഷ്ടപ്പെടണം. നമ്മൾ എന്താണ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട് അതിലൊന്നും അവർക്ക് ഒരിത് വന്ന് നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അതൊരു സന്തോഷം. എന്തായാലും വ്ളോഗ് കുറച്ചും കൂടെ നന്നാകുമ്പോൾ ഞാൻ പറയാറുണ്ട്. ഇനി പറയും, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാം പറയും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെ പോവാം. ഇത് തന്നെയാണ് എനിക്കും നല്ലത്. ആൾക്കാർ വ്യൂ കൂടുന്നതിനേക്കാളും നല്ലത് നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ഇതിൽ പോയിട്ട് നമുക്ക് പതുക്കെ കൂട്ടി വരാം. അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യം ചെയ്യാം. എന്തായാലും ഇനി വരുന്ന വ്ളോഗിൽ കുറച്ചും കൂടെ നല്ല രീതിക്കുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് ചാലഞ്ചസൊക്കെ വേണമെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. നമുക്ക് അങ്ങനത്തെ രീതിയിൽ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും അറബിക്കട എത്തിയിട്ടുണ്ട്. ഈ അറബിക്കടയാണ് നമ്മൾ സാധനം മേടിക്കാൻ പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് സാധനം മേടിക്കാം. ഇതാണ് ജർമ്മനിയിലെ അറബിക്കട. ഇതേപോലെ 2-3 ഉണ്ട്. പക്ഷെ തൽക്കാലം നമ്മൾ വീടിൻ്റെ അടുത്തുള്ളത് ഇതേ ഉള്ളൂ. നമുക്ക് ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് സാധനങ്ങളുണ്ട്. ഇവിടെ നിന്ന് സാധനങ്ങൾ തൂക്കാം, കുഴപ്പമില്ല. ആള് വന്നേ ഉള്ളൂ, നമുക്ക് നോക്കാം. Wie kostet es für den ganzen Hähnchen? 1 Kilo. Ja. 1 Kilo. Okay. 6,80. 6,80. Okay. Ich brauche die ganzen Hähnchen und 2 Stück Hähnchenkühle auch. Das ist für meinen YouTube-Kanal. Kannst du bitte Hi sagen? Achso. Aber kein Gut in Deutschland. Ja, das ist weiß. Das sage ich habe. Ja. Ja. Ich bin Ausländer, du bist auch Ausländer, ist es okay. Ja. Aber Deutschland, deutscher Mann ist. Ja, deswegen ich habe gefragt nur zu ihn. Nee, ist okay, für uns. Ja, 2 Stück. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ആ ഡാറ്റൻ ഷുട്ട്സിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഉള്ള വിവിറ്റ 600 Gramm. Wie viel kostet das? 160. Okay, alles klar. Ja. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെ നമ്മൾ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടില്ല. അത് ഫെർബോട്ടനാണ്. ഇതിപ്പോൾ 15.000. Also. ഓക്കെ. പുള്ളി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരെയും കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 15,000 യൂറോ വരെ നമുക്ക് ഫൈന് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പുള്ളി വേറെ ഫോറിനർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മളത് വേറെ ആൾക്കാർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ പണി കിട്ടിയേനെ. എന്തായാലും ഇനി നമ്മളത് ആവർത്തിച്ചിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്തായാലും സാധനം വാങ്ങിച്ചോടെ പെട്ടെന്ന് വീട്ടിൽ പോകാം. അല്ലെങ്കിൽ ഇനി എവിടെ കൂടെ പണി വരുന്ന ഒരു പിടിയുമില്ല. ഹായ്. അങ്ങനെ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എല്ലാം ഉണ്ടാക്കി തീർത്ത് എല്ലാം ഫിനിഷ് ചെയ്തിട്ടിരിക്കുക. കാണിച്ചു തരാം. നല്ല കിടുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കി. ഇത് ചോറുണ്ടാക്കി. ചോറിൻ്റെ തിരിക്കുക. ഇത് വേവാൻ വേണ്ടി വെച്ചേക്കാം. കാര്യം നോക്കട്ടെ. ചോറുണ്ട്, പുലാവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് ഇതെങ്ങനെ കൊടുത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നോക്കാം. സോ
അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഹേയ് ബ്രോസ്, ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരും ഇന്ന് വരുമെന്ന്. അതിൽ ഒരാളാണിതോ ഓടിപ്പോയത്, ഒരാളിതോ രണ്ടും കൂട്ടി നടക്കുന്നു. ഹായ് പറ. ഹായ്. ഇവരെന്തായാലും അതെ, ഇത് കാഴ്ചമംഗളാന്ന് ചാടിയാണ് ഇതിൽ ഏറ്റവും പൊക്കം കുറഞ്ഞത്. അതുകൊണ്ട് അവള് പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നില്ല, തിരിച്ച് കാഴ്ചമംഗളെ കൊണ്ടുപോകും. അതുകൊണ്ടാണ്. എന്തായാലും 3-4 ദിവസം നമ്മളോട് കാണും. അഥവാ വെളിയിൽ പോവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പരിചയപ്പെട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. എന്തായാലും ഇവർ 2-3 ദിവസം ഇവിടെ കാണും. ആ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ബാക്കിയുള്ള ഞാൻ എന്തായാലും കൂട്ടുകാരൊന്നും ഇല്ലാത്ത ആളല്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം എൻ്റെ കൂടെയുള്ള 2-3 അടുത്ത കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം, അവരെയൊക്കെ നമുക്ക് കാണാം. ഇനിയുള്ള കണ്ടൻറ്റുകളൊക്കെ അവരും കൂടെ കൂടിയായിരിക്കും പോകുന്നത്, ഞാൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല. അഥവാ ഒറ്റയ്ക്കായാലും നമുക്ക് നല്ല രീതിക്ക് പോകാൻ പറ്റും. മിക്കവാറും അവർ കാണും. അവരും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വ്ളോഗ് മൊത്തം നടക്കുകയുള്ളൂ. അത് നമുക്ക് ചെയ്യാം. എന്തായാലും ഈ വ്ളോഗ് നമുക്കിവിടെ എൻഡ് ചെയ്യുകയാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.